തുടർച്ചയായ 7-ാം ദിവസവും പശ്ചിമേഷ്യയിൽ അശാന്തി തുടരുകയാണ്. ഭീഷണികളും വെല്ലുവിളികളും പ്രദേശത്ത് യുദ്ധഭീതി ഇരട്ടിപ്പിക്കുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും 3000-ലധികം ജനവാസ മേഖലകളിലും ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം തുടരുകയാണ്. തെക്കൻ ലെബനനിലും കിഴക്കൻ ലെബനനിലും അടക്കം ഇസ്രായേൽ സൈന്യം ഇന്നും ആക്രമണം കടുപ്പിച്ചു. ഇറാനെ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കയും കരയുദ്ധത്തെ പോലും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇന്നും ഇറാൻ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റൈനിലും സൗദിയിലും കുവൈറ്റിലും ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാനിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനവും വന്നു. ഇനി ക്യൂബയെ കൂടി അട്ടിമറിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാഖ് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ തുടർന്ന അമേരിക്കയുടെ അധിനിവേശ യുദ്ധങ്ങൾ ക്യൂബയിലേക്ക് കൂടി നീളുകയാണ്. ട്രംപ് യുദ്ധത്തിനോടും പിടിച്ചടക്കലിനോടുമുള്ള ട്രംപിന്റെ ആർത്തി എന്നാണ് അവസാനിക്കുക. കാണാം ആദ്യ എക്സാം. പശ്ചിമേഷ്യയിലെ സംഘർഷം 7-ാം ദിവസവും മാറ്റമില്ലാതെ തുടരുകയാണ്. സംഘർഷം 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നിലപാടിൽ അയവ് വരുത്താതെ സംഘർഷം ഇനിയും തുടരുമെന്ന സൂചനയാണ് ഇറാനും അമേരിക്കയും നൽകുന്നത്. ഇറാനിലെ സൈനിക നടപടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അമേരിക്ക കരയുദ്ധം ആരംഭിച്ചാൽ പോലും പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. ഇറാനിലേക്കുള്ള ആക്രമണം അമേരിക്കയും ഇസ്രായേലും ശക്തമാക്കിയതോടെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാനും ആക്രമണം കടുപ്പിച്ചു. കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ തുടരുന്നത്. 78 മിസൈലുകളും 143 ഡ്രോണുകളും നശിപ്പിച്ചതായി ബഹ്റൈനും അറിയിച്ചു. അതേസമയം ലബനനിലേക്കുള്ള ഇസ്രായേൽ ആക്രമണം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു. തെക്കൻ ലബനനിലെ മർവാനിയ, യഹ്മർ അൽ ഷഫീഖ് മേഖലകളിലാണ് ഇന്ന് വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിൽ ഇതുവരെ 1332 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇതുവരെ 200-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്ന് യൂണിസെഫ് റിപ്പോർട്ടും ഇന്ന് പുറത്തുവന്നു. IDX റാപ്പ് ന്യൂസ് മലയാളം. ടെഹ്റാനിലെ എംബസി അടച്ച് ഇറ്റലി. ജീവനക്കാരെ അസർബൈജാനിലേക്ക് മാറ്റി. 72 മണിക്കൂറിൽ ഇറാനിലെ 200 കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാന്റെ മിസൈൽ ആക്രമണ ശേഷിയുടെ 90% ഇല്ലാതാക്കിയെന്നും അമേരിക്ക. 30 ഇറാനിയൻ കപ്പലുകൾ തകർത്തതായും US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. ജീവൻ വേണമെങ്കിൽ IRCG കമാൻഡർമാരും ഇറാനിയൻ നയതന്ത്രജ്ഞരും പദവി ഒഴിയണമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. പരമോന്നത നേതാവ് ആരാകുമെന്നതിൽ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമാണ് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിലെ US കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. 165 സ്കൂൾ കുട്ടികളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ എതിർക്കുന്ന പ്രമേയം US ജനപ്രതിനിധി സഭ തള്ളി. അതേസമയം ലെബനനിലും അതിക്രമം ഒഴിഞ്ഞിട്ടില്ല. ലെബനനിലെ സിഡോണിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ലെബനനിലെ ബെക്ക താഴ്വരയിലും ഡൗറിസിലും ദഹിയയിലും ഇസ്രായേൽ ആക്രമണമുണ്ട്. ലെബനനിലും ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 128ആയി. ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഹിസ്ബുള്ളയുടെ നിർദ്ദേശമുണ്ട്. ലെബനനിലെ ബക്വ താഴ്വരയിൽ ഇസ്രായേൽ സൈന്യം ഉടൻ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇനി അടുത്തത് ക്യൂബയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ആലോചന. ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുണ്ട്. ആദ്യം ഇറാൻ, പിന്നെ ക്യൂബ എന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ക്യൂബ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് കുറ്റപ്പെടുത്തലിന് കാരണം. ക്യൂബയിലെ അമേരിക്കൻ പൗരന്മാരോട് ക്യൂബ വിടാനും നിർദ്ദേശമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സനീഷ്, ഇതിപ്പോൾ പഴയ ലോകമഹായുദ്ധങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ ഇങ്ങനെയാണ്. ഒരു സംഘർഷം ഉണ്ടാകുന്നു, ആ സംഘർഷം വ്യാപിക്കുന്നു, പല രാജ്യങ്ങളിലേക്ക് കടക്കുന്നു, ഒന്നിലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധമായി അത് പരിണമിക്കുന്നു, പിന്നീട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അത് വഴിമാറുന്നു. ഇതാണ് സംഭവം. ഈ പാറ്റേണിലാണോ പോകുന്നതെന്ന് പോലും ഭയപ്പെടുത്തുന്ന തരത്തിലാണ്. ഇപ്പം അപ്പുറത്ത് നിൽക്കാൻ ആ നിലയ്ക്ക് കരുത്തുറ്റ രാജ്യങ്ങൾ ഒരുമിച്ച് അണിചേരുന്ന ഒരു സാഹചര്യം തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ ഭയക്കുന്നില്ല. പക്ഷേ സാഹചര്യം ഒട്ടും സന്തോഷകരമല്ല. നിശ്ചയമായിട്ടും അല്ല. അതായത് ഇതിനകത്തിപ്പോൾ ഞാനെപ്പോഴും ഓർക്കുന്നത്, എല്ലാ ദിവസവും പറയുമ്പോഴും റിപ്പീറ്റേഷനാണ് തോന്നുമെങ്കിലും, ഇയാൾ സമാധാനത്തിന് നൊബേൽ സമ്മാനം വേണം എന്ന് പറഞ്ഞ ആളാണ് ഈ ഡൊണാൾഡ് ട്രംപ്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അതായത് ഞാനാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച ആൾ, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് വേണം. എന്നിട്ട് ആ മരിയ കൊച്ചാഡോ അതുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു. താങ്കളാണ് ഇത് അർഹിക്കുന്നതെന്ന് വെച്ചാൽ. ഇതിപ്പോൾ 180 കുട്ടികളെ കൊന്നുകൊണ്ട് തുടങ്ങിയ ഒരു യുദ്ധത്തിൻ്റെ ഉൽപ്പാദകനാണ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം പറഞ്ഞ ആളാണ് 180 കുട്ടികളെ കൊല്ലുന്നത്. 180 അല്ല, ഇപ്പോൾ എത്രയോ ആളായി ഞാൻ പറയാം, എനിക്കറിയാവുന്ന നമ്പർ പെട്ടെന്ന് പറയാം. എന്നിട്ടിപ്പോൾ അടുത്തത് അവിടെ കൊണ്ട് പോരാതെ ക്യൂബയ്ക്ക് നേരെ പോവുകയാണ് അത്രേ. ഈ അമേരിക്ക മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവർ ഈ സിനിമകളിൽ മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. അതായത് ഓരോ കാലത്തും ഓരോ ശത്രുക്കളാണ്. ആദ്യകാലത്ത്
സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റുകൾ, റാംബോ ഒക്കെ ഓർമ്മയില്ലേ? റാംബോ സിനിമയിൽ ഭയങ്കര അടിയായിരിക്കും. എന്നിട്ട് ഇവർ സോവിയറ്റുകാരെ തറപറ്റിപ്പിക്കും. ഇപ്പോൾ അതിനുശേഷം വന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിക് ലോകമാണ്. ഇസ്ലാമിക ലോകം കഴിഞ്ഞിട്ട് അവരും അത്ര പോരാ വില്ലന്മാരായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇവർ യന്ത്ര ലോകം അത് ഇടക്കിടക്കുണ്ടാവും. മറ്റേ സ്റ്റാർ വാർസ് അതൊക്കെ എടുത്തിട്ട് ഇവരുടെ സിനിമകളിൽ പിന്നെ ഇവർക്കത്ര തീവ്രത പോരാ. കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ഇല്ലാണ്ടായി അങ്ങോട്ട്. ഇസ്ലാമിക ലോകത്തിന് അത്ര തീവ്രത പോരാ. അടുത്തത് എയും മറ്റേ സാങ്കേതിക സംഗതിയോടാണ് ഇവരുടെ റാംബോകൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം എന്ന് വെച്ചാൽ ഈ സിനിമക്കകത്ത് കാണുന്നൊരു പരിപാടിയാണെന്നാണ് ഈ ട്രംപിനെ പോലുള്ള വിഡ്ഢി കൂശ്മാണ്ഡങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യം, വിയറ്റ്നാം എന്ന് പറയുന്ന ചെറിയ രാജ്യത്തോട് തോറ്റമ്പിയിട്ട് പോയ ചരിത്രം അമേരിക്കക്കുണ്ട്. 1955 തൊട്ട് 75 വരെ 20 കൊല്ലമാണ് നീണ്ടു നിന്നത് വിയറ്റ്നാമിലെ യുദ്ധം. വിയറ്റ്നാം പരമദരിദ്രരായുള്ള മനുഷ്യരുടെ രാജ്യമായിരുന്നു. ഫ്രാൻസിൻ്റെ കോളനിയും ഫ്രാൻസിൻ്റെ അണ്ടറിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ 2 രാജ്യങ്ങളായിട്ട് മാറി. അതിൽ ഈ വിയറ്റ്നാമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെന്നു ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ. അന്ന് പക്ഷേ സോവിയറ്റ് യൂണിയനും റഷ്യയുമുണ്ട്. പക്ഷേ അന്ന് ഇവർക്ക് 5 ലക്ഷത്തോളം സൈനികരെ ഇവർ അമേരിക്ക അവിടേക്ക് വിട്ടു, വ്യാപകമായിട്ട് ബോംബിട്ടു. വിയറ്റ്നാമിൽ പക്ഷേ ഗ്രാമങ്ങളിലെ ആളുകൾ എത്രയോ ഈ 20 വർഷത്തോളം നിന്ന് പോരാടി ഇവർ. നമുക്കറിയാലോ, ഇപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ കാണാം ആളുകൾ അവിടുത്തെ ഈ കുഴിക്കകത്ത് നിന്നിട്ടാണല്ലോ ഈ ഗ്രാമീണർ പോരാടിയത്. ഈ 58,000 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 58,000 ആളുകളെ അവിടെ കൊണ്ടിട്ട് കുരുതി കൊടുത്തു ഇവർ. ഞാൻ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചു, ഇതുവരെ മറ്റ് രാജ്യങ്ങളിൽ കടന്നു നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് എത്ര സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന കണക്കിതാണ്. വസ്തുത പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചോദിച്ചാണ്. ഇതുവരെ 6,20,000 സൈനികരെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ രണ്ടാം ലോക മഹായുദ്ധത്തിലും പിന്നെ വിയറ്റ്നാം യുദ്ധത്തിലാണ്. ഈ വിയറ്റ്നാം യുദ്ധത്തിലെ 58,000 അതിൽ പ്രധാനപ്പെട്ട നമ്പർ. 6.5 ലക്ഷം മനുഷ്യരെ സ്വന്തം രാജ്യത്തിലെ ആളുകളെ കൊണ്ടുപോയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ട് കൊന്നുകളയുക, സ്വന്തം പൗരന്മാരെ കൊന്നുകളയുക. ഈ ചങ്ങാതിമാർക്ക് എന്തോ കാര്യമായ തകരാറുണ്ടെന്ന് തോന്നുന്നിടത്താണ് കൂടുതൽ തകരാറുള്ള ട്രംപ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സമാധാനത്തിന് നൊബേൽ പ്രൈസ് ഒരു കൈ കൊണ്ട് വാങ്ങാണ്, മറ്റേ ഭാഗത്ത് യുദ്ധം നടത്തുകയാണ്. ക്യൂബ ഇതുപോലെ ആവില്ല എന്ന് ആരാ കണ്ടത്? ഇവരൊക്കെ വിചാരിക്കുന്നത് ആയുധശേഷിയാണ് ഇതെല്ലാം നടത്തുന്നതിന് പ്രധാനമായിട്ട് കാര്യം എന്നാണ്. സത്യത്തിൽ വിയറ്റ്നാം അവർക്ക് തെളിയിച്ചു കൊടുത്ത് എന്താ വർഷം, അതായത് ദേശീയതാ ബോധം വന്നാൽ, നിങ്ങൾ പുറത്തു നിന്ന് വന്നിട്ട് ഞങ്ങളെ അടിച്ചാൽ, ഇവിടെ 58,000 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടെങ്കിൽ 20 ലക്ഷത്തോളം 15-20 ലക്ഷത്തോളം വിയറ്റ്നാമീസ് മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു, വിയറ്റ്നാം പൗരന്മാർ. പക്ഷേ ഞങ്ങളെ വന്ന് അടിച്ചാൽ, ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചാൽ, ഞങ്ങൾ എത്ര ദീർഘകാലത്തേക്ക് വേണമെങ്കിലും, ഞങ്ങളുടെ എത്ര ജനതയെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ പോരാടും, നിങ്ങളെ തോൽപ്പിക്കും. ഇതാണ് വിയറ്റ്നാം കാണിച്ചു കൊടുത്തത്. ക്യൂബ അതേ ദേശീയ ബോധമുള്ള രാജ്യമല്ല. ഇവർ എത്ര കാലമായിട്ട് ഈ സാങ്ഷൻസ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ക്യൂബയെ പറ്റിയിട്ട് ക്യൂബക്കകത്ത് പ്രശ്നമില്ലേ? ക്യൂബയിലെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ അവിടെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഈ ട്രംപിന് മനസ്സിലാവാത്തൊരു കാര്യം, ട്രംപ് എപ്പോഴാണോ അങ്ങോട്ട് ആൾ വിടുന്നത്, ആദ്യത്തെ ബോംബിടുന്നത്, അപ്പോൾ ആളുകൾ ഒന്നിച്ച് ചേരും. അതാണ് ആ രാജ്യത്ത് സംഭവിക്കുക. അത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെറ്റ് വരുമ്പോൾ എങ്ങനെയാണ് രാജ്യങ്ങൾ നിൽക്കുക? ആരാണ് ഭരണാധികാരികളോട്? ഇറാനിലും അങ്ങനെ തന്നെ. ഇറാൻ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു ദേശീയത വൈകാരികതയുണ്ട്. ഇറാനെ പിടിച്ചിരുന്നത് ഷിയ മുസ്ലിം ബോധമാണെങ്കിൽ, അതിനൊപ്പം ഇറാൻ എന്നുള്ള ദേശീയ ബോധമാണെങ്കിൽ, ഷിയാക്കൾക്കെതിരെ എന്ന് വെച്ചാൽ ഖമനീക്കെതിരെയൊക്കെയുള്ള ആളുകൾക്ക് പോലും ആ സമയത്തൊരു സംഗതി ഉണ്ടാവും. ഇവർക്കുണ്ടാവുന്നത് എന്താണ്? ഇപ്പോൾ അതുമാത്രമല്ല, ക്യൂബയിലേക്ക് പോയാൽ ഹർഷൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് പല രാജ്യങ്ങൾ ചേർന്ന് വരും. അപ്പോൾ ക്യൂബയിലേക്ക് പോയാൽ ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം ഒരേ സാംസ്കാരിക പൈതൃകം ചെലവിടുന്ന ആളുകളാണ്. അവർക്ക് സൈമൺ ബൊളിവാറിൻ്റെയും മറ്റുമൊക്കെ വലിയ ധീരോദാത്തമായുള്ള യുദ്ധങ്ങളുടെ കഥകളാണ് അവരുടെ കുട്ടിക്കഥകൾ, അവരുടെ അമ്മൂമ്മ കഥകൾ, മുത്തശ്ശി കഥകൾ, അത്തരം കഥകളാണ്. ചെഗുവേര എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ത്രസിപ്പിക്കുന്നുണ്ട്. ഇത്രയെങ്കിലും ഈ സമീപകാലത്തൊരു വിവാദം ഉണ്ടായതുപോലൊന്നുമല്ല. അയാൾ അവിടെ വലിയ പോപ്പുലറായിട്ടുള്ള ഫിഗറാണ് എപ്പോഴും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഏത് നിലക്കുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുമെന്ന് ട്രംപിന് മനസ്സിലായിട്ടില്ല. എല്ലായിടത്തും പോയിട്ട് അങ്ങോട്ട് നിന്ന് കുഴപ്പമുണ്ടാക്കാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പക്ഷേ അതായത് ഈ ഇറാനിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് കിട്ടിയത്, അവിടെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറാനിയം ഇറാൻ്റെ കൈവശമുണ്ട്. 440 കിലോഗ്രാം എന്ന് വെച്ചാൽ 60% പ്യൂരിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ 60% സമ്പുഷ്ടീകരിച്ചതാണ്. ഈ 60% 90% എത്തിക്കാൻ ഇനി ചുരുങ്ങിയ സമയമേ വേണ്ടൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പണി വേണ്ട. 60% വരെ സമ്പുഷ്ടീകരിച്ചെത്തിക്കാൻ വേണ്ടത്ര അധ്വാനമില്ല 60-90% എത്തിക്കാൻ എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ, വിദഗ്ധർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ 10 ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനുള്ളതാണ് ഈ 440 ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്നാണ് പറയുന്നത്. ഈ യുറേനിയം ശേഖരമാണ് ഇവർ കാരണമായിട്ട് പറഞ്ഞത്. എൻ്റെ യുദ്ധം വിജയിച്ചു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു. യുറേനിയം ശേഖരം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. ഇസ്ഫഹാനിലും നദാൻസിലുള്ള മലനിരകൾക്കുള്ളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഈ ശേഖരം ഇപ്പോഴും ഉണ്ടെന്നാണ് ഈ ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ റെജീം ചേഞ്ച് ചെയ്യുന്നതിൽ വിജയിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? റെജീം ചെയ്ത് അവിടെ അമേരിക്കക്ക് വഴങ്ങി നിൽക്കുന്നൊരു പാവ സർക്കാർ വന്നില്ലെങ്കിൽ ആ പാവ സർക്കാർ ഇവർ പറയുന്നതൊക്കെ ചെയ്യും. അല്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? അവർക്ക് ഇനിയും ഈ പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സമയം കിടക്കുകയാണ്. ഇനി അതല്ല, അവിടേക്കൊരു ആക്രമണം നടന്നാൽ എന്താ ഉണ്ടാവുക? ഈ 60% സമ്പുഷ്ടീകരിച്ച യുറാനിയം സംബന്ധിച്ച് എന്താ ഉണ്ടാവുക നമുക്കറിയില്ല. അതൊക്കെ വിദഗ്ധരുടെ കാര്യമാണ്. അപ്പോൾ
ഇങ്ങനെ ഒരു തീ ബോംബിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇവർ ഈ ഗുസ്തി കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ചങ്ങാതിമാർക്ക് എന്തോ കാര്യമായിട്ടുള്ള തകരാറുണ്ട് എന്ന് പറഞ്ഞ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് നിർത്തുക ഹർഷാദ് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിനകത്ത് ഇത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അതായത് കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറായേക്കും എന്ന് കേട്ട്. അപ്പോൾ അവർ കരയുദ്ധത്തിന് അതായത് ഒരു യുദ്ധത്തിൻ്റെ അന്തിമ വിജയം എന്ന് പറയുന്നത് കരയുദ്ധത്തിലെ വിജയമാണല്ലോ. അപ്പോൾ കരയുദ്ധത്തിന് ഇറങ്ങാനുള്ള ആലോചനയിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പുഞ്ചിരിയോടെയാണ് അവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത്. കാരണം ഇറാനിൽ ആരും പോയി ജയിച്ച ചരിത്രമില്ല ഒന്നാമത്. അവിടെ ആ ഭൂമിയിൽ പോയിട്ട് അവിടുത്തെ ടെറൈനിൽ പോയി ഒരു യുദ്ധം ചെയ്ത് ഇതിനെതിരെയാണ് ട്രംപ് വോട്ട് മേടിച്ചതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അതായത് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇവിടുത്തെ നമ്മളുടെ പൗരന്മാരെ, ഇപ്പോൾ സനീഷ് ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രംപ് പറയുന്നത് ഇവിടുത്തെ പൗരന്മാരെല്ലാം കൊണ്ടുപോയി വല്ല രാജ്യത്ത് കൊണ്ടുപോയി കൊലക്കി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധം നമുക്ക് വേണ്ട, യുദ്ധമല്ല വേണ്ടത്, അല്ലാതെ കച്ചവട തന്ത്രമുണ്ട്, അതിലൂടെ ലോകത്തെ വരുതിയിലാക്കാം. ആദ്യഘട്ടത്തിൽ ട്രംപിൻ്റെ നീക്കങ്ങളിലെല്ലാം എല്ലാവരും ആ മട്ടിൽ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ടോ. ട്രംപ് കച്ചവട തന്ത്രങ്ങളിലൂടെയാണ് ട്രംപ് ലോകത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് ട്രംപിൻ്റെ മാർഗം എന്നുള്ളത്. പക്ഷേ അതല്ല, ട്രംപിനും അമേരിക്കയുടെ ആ പതിവ് രീതികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം ഈ ആക്രമണം മാത്രമല്ല, പല ആക്രമണങ്ങളും പലതരത്തിൽ ഇറാൻ അല്ലാതെ അതിന് പുറത്തും ഇപ്പോൾ ട്രംപ് തന്നെ നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറാനിൽ കരയുദ്ധം കൂടിയേ നടത്താനുള്ളൂ. കരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ, അതായത് ഒരു യുദ്ധത്തിൻ്റെ വിജയം എങ്ങനെയാണ്, ഒരു പ്രദേശത്തെ മുഴുവൻ അങ്ങ് ബോംബിട്ട്, ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ കൊണ്ടുപോയി ബോംബിട്ട് സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതല്ലല്ലോ ഒരു യുദ്ധവിജയം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ജനതയെ, ആ ജനതയെ ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് തന്നെ അതിൻ്റെ ഭരണം കൈമാറുന്ന തലത്തിലോ, ഇപ്പോൾ ആധുനിക ലോകം ആ രീതിയിലാണല്ലോ ഒരു യുദ്ധവിജയത്തെ കണക്കാക്കുന്നതും. അപ്പോൾ അങ്ങനെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി കോളനിയാക്കുക എന്നുള്ളതല്ലോ, ഈ രീതിയിലല്ല പഴയ രീതിയിലല്ല കോളനിയാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനതയെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഒരു യുദ്ധവിജയമല്ല. ഇവർക്ക് ഇപ്പോൾ ചെയ്യാം, അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനിൽ പോയി ന്യൂക്ലിയർ ബോംബ് ഇടുകയോ ആ മട്ടിൽ എല്ലാവരെയും നശിപ്പിക്കുന്ന പരിപാടികളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതല്ല, കരയിലിറങ്ങേണ്ടവരും അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങിയതുപോലെ അഫ്ഗാനിസ്ഥാനിൽ അവസാനം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ലോകനാശത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറണം. ഇതല്ലെങ്കിൽ ഇവിടെ കരയിലിറങ്ങിയേ പറ്റുള്ളൂ. കരയിലിറങ്ങാൻ എന്തായാലും ട്രംപ് തയ്യാറെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ട്രംപ് ഇപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധ തിരിക്കാനും പിന്നെ വാചകം അടിച്ച് നേടാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രംപ് ആഗ്രഹിച്ചത് 4 ദിവസത്തെ യുദ്ധമാണ്. അത് 4 ആഴ്ചത്തേക്ക് നീളും എന്ന് പറഞ്ഞു. 4 ആഴ്ചയല്ല, ഈ പോക്ക് പോയാൽ അത് 4 വർഷം കഴിഞ്ഞാലും തീരുന്ന ലക്ഷണം കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇറാനിൽ ഇതുവരെ 200-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന യൂണിസെഫ് റിപ്പോർട്ട് ഇന്നാണ് പുറത്തു വന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാനിൽ കടന്നു കയറിയതുപോലും 165 സ്കൂൾ കുട്ടികളെ കൂട്ടമായി ചാരമാക്കിയാണ്. കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം മാത്രമാണ് അവർ ഇറാനിലെ പരമോന്നത നേതാവിനെ തേടിയെത്തിയത് പോലും. ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ച് ചിന്നിച്ചിതറിപ്പോയ ആ 165 കുഞ്ഞുങ്ങളെ കൂട്ടക്കുഴിമാടങ്ങൾ ഉണ്ടാക്കി കണ്ണീരോടെയാണ് ഇറാൻ ജനതയാത്രയാക്കിയത്. അതായത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടപ്പാക്കിയത് എന്തോ അതുതന്നെയാണ് അമേരിക്കയുടെ പിൻബലത്തിൽ ഇറാനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെന്ന് സ്വയം അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിത വല്യേട്ടൻ സിൻഡ്രോം വിട്ടുമാറാത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇറാനിൽ നമ്മൾ കണ്ട കൂട്ടക്കുഴിമാടങ്ങൾ. ഇറാൻ കഴിഞ്ഞ് അടുത്ത ഇരയെ തേടി ക്യൂബയിലേക്ക് പോകണമെന്നാണ് ട്രംപിൻ്റെ പുതിയ ആലോചന. യാതൊരു മര്യാദയുമില്ലാതെ പരമാധികാര ഭരണകൂടങ്ങളിലേക്കെല്ലാം കയറി ചെന്നവരെ അട്ടിമറിക്കാനും ആളുകളെ കൊന്നു തീർക്കാനും ഏത് ലോക കോടതിയാണ് അമേരിക്കയ്ക്ക് അധികാരം നൽകിയത് എന്ന് ചോദിക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു ലോക കോടതിയെയും അംഗീകരിക്കുന്നില്ല. ലോക കോടതി ഞാനാണ് എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. മനുഷ്യത്വത്തിൻ്റെയോ ധാർമ്മികതയുടെയോ ഏത് അളവുകോൽ വെച്ചാൽ ഈ കടന്നുകയറ്റം ന്യായീകരിക്കാനാകില്ല. ഇറാനിൽ നമ്മൾ കണ്ട ഗാസയിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുഴിമാടങ്ങളെയും ചിതറിത്തെറിച്ച മൃതദേഹങ്ങളെയും അവഗണിച്ചും അവയെ മറന്നും ഒരു ചർച്ച പോലും സാധ്യമല്ല. അതേ ചില വേളയിലേക്ക്